പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സങ്കീർത്തന പുസ്തകം ഇങ്ങനെ പറയുക, അവിടെ നിന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രയോജനമേ, നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം, ഈ ദൈവത്തിന് പകരം വയ്ക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ്? അത് നമ്മുടെ ജീവിതം മാത്രം. അത്രയും വലിയ സ്നേഹനിധിയായ ഒരു ദൈവം. 1 പത്രോസ് 2:24 ഇങ്ങനെ പറയുകയാണ്, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിൽ, അത് നാം പാപത്തിന് മരിച്ചു നീതിക്കായി ജീവിക്കേണ്ടതിനകത്ത്. ദൈവത്തിൻ്റെ പ്രയോജനമേ, അത്രയും വലിയ സ്നേഹം. അവൻ കാൽവരിയുടെ വിരുമാളിൽ യാഗമായി തീർന്നത് എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ. ആ സ്നേഹത്തിന് പകരം വയ്ക്കുക. കർത്താവേ, ഞങ്ങളുടെ ജീവിതം തന്നെ ഞങ്ങൾ മാറ്റിവെക്കുക. ഈ ആരാധനയിൽ ലോകം മുഴുവനുമുള്ള മനുഷ്യമക്കൾ ഈ ആരാധനയിൽ ചേരുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ സ്നേഹം ആ മക്കളുടെ ജീവിതങ്ങളിലേക്ക് നിറയുവാൻ, ആ മക്കളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാൻ. ഈ കാലമത്രയും നീ ദൈവത്തെ ആരാധിച്ചിട്ടില്ലെങ്കിൽ, ഈ ആരാധനയിൽ, ഈ സ്തുതി ആരാധനയിൽ നീ ആരാധിക്കുമ്പോൾ നിൻ്റെ കുടുംബം വിശുദ്ധീകരിക്കുക, നിൻ്റെ മക്കൾ വിശുദ്ധീകരിക്കുക, നിൻ്റെ ജീവിതങ്ങളെ പുതിയ പുത്തനുണർവുള്ള ജീവിതങ്ങളാക്കി മാറ്റുവാൻ കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രാണപ്രിയനായ ദൈവത്തെ പാടി ആരാധിക്കാം. സ്നേഹം മുഴുവനായ കർത്താവേ, ഞങ്ങളെ പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. എന്റെ സ്നേഹം നിനക്ക് മാത്രമാണ്. ഇനി ജീവിതകാലം മുഴുവൻ നിന്നെ ആരാധിക്കുവാൻ, നിന്നെ സ്തുതിക്കുവാൻ, നിന്നോട് ചേർന്നിരിക്കുവാൻ വേണ്ട വലിയ കൃപയും ശക്തിയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, എന്റെതെല്ലാം, എന്റെ സർവസ്വവും, എന്റെ ജീവനും, എന്റെ ശരീരവും, എന്റെ മനസ്സും എല്ലാം കർത്താവേ നിന്റെ കാൽ കീഴിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 119 അധ്യായത്തിന്റെ 17-18 തിരുവചനം. ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനം അനുസരിക്കുവാനും ഈ ദാസന്റെ മേൽ കൃപ ചൊരിയണമേ. അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. ദൈവത്തിൻ്റെ പ്രയോജനമേ, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവരുടെ ജീവിതങ്ങളിലേക്ക് സ്വർഗം തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ഒരു ദൈവം. ധൂർത്തപുത്രനെ മാറോട് ചേർത്ത് പിടിച്ച ഒരു അപ്പൻ്റെ വലിയൊരു സ്നേഹമുണ്ട്. നീ പാപം ചെയ്ത് അകന്നുപോയ നിമിഷങ്ങളിൽ മുഴുവൻ ആ പിതാവായ ദൈവം കരഞ്ഞിട്ട്, എൻ്റെ പ്രിയ കുഞ്ഞെ, നിന്റെ ജീവിതത്തിലേക്ക് എത്രയാ കർത്താവ് ചേർത്ത്. ആ കർത്താവിനെ ചങ്കോടൊന്ന് ചേർത്ത് പിടിച്ച് കർത്താവ് പറയാം, ഞാൻ പാപം ചെയ്ത് നിന്നിൽ അകന്നു പോയതാണ്, പക്ഷേ നിന്റെ വലിയൊരു സ്നേഹത്തെ ഞാൻ തിരിച്ചറിഞ്ഞത് മുതൽ ഈശോയെ, ഇതാ നിന്റെ കൂടെ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. നമുക്ക് ചേർന്ന് തള്ളപ്പെട്ട എന്നെ നിന്റെ മകനാക്കി, നിന്റെ മകളാക്കി മാറ്റിയതിനെ ഓർത്ത്
കർത്താവേ, ഞങ്ങൾ നന്ദി പറഞ്ഞ് പാടി ആരാധിക്കട്ടെ. ഇടവരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാ. കർത്താവേ, ഞങ്ങൾ സ്നേഹത്തോടെ പാടട്ടെ. ഒരിക്കൽ കൂടെ പാടിയേ. കർത്താവേ, എനിക്ക് തന്നത് മുഴുവൻ, എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചത് മുഴുവൻ നിനക്കാ. ഈശോയെ, അത് മുഴുവൻ എന്റെ ജീവിതം മുഴുവനായിട്ട്, ഞങ്ങളുടെ ജീവിതം മുഴുവനായിട്ട് കർത്താവേ, എന്റെ തിരുസന്നിധിയിൽ എന്റെ കാൽപാദത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പാടുകയാണ്. കർത്താവേ, സക്കേവൂസ് കർത്താവിനെ കാണാനായിട്ടൊന്ന് ആഗ്രഹിച്ചു. അവന്റെ പണവും ധനവും ഒക്കെ മറ്റുള്ളവർക്കായി പങ്കുവെച്ചപ്പോൾ എന്താ സംഭവിച്ചത്? വലിയ ഒരു രക്ഷ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. കർത്താവേ, ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും ഞങ്ങളുടെ ധനവും ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ആ ദൈവത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ കർത്താവായ ദൈവമേ, നീ അത് അനുഗ്രഹിച്ച് വലിയ ഒരു അനുഗ്രഹമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വിളമ്പിത്തരുന്ന ഒരു വലിയ ദൈവമാണ്. 1000 തലമുറകൾ വരെ അനുഗ്രഹം ചൊരിയുന്ന ഒരു വലിയ ദൈവം കർത്താവേ. അതുകൊണ്ട് ഞങ്ങളുടെ ലോകത്തിൻ്റെ മറ്റു മോഹങ്ങളിലേക്കോ ലോകത്തിൻ്റെ മായകളിലേക്കോ കടന്നു ചെല്ലാതെ കർത്താവ്, നിന്നെ കെട്ടിപ്പുണർന്ന് നിന്നെ വാരിപ്പുണരുന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. അതിനുവേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. എന്റെ സ്നേഹം നിനക്ക് മാത്രമാണ്, നിനക്കു മാത്രം, വേറെയാരും കവരുമില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരും. എല്ലാവരും കൂടെ ചേർന്ന് പാടുകേ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെയാരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരും. ഇത് ചേർന്ന് പാടിയ ഒരിക്കൽ കൂടെ. എന്റെ സ്നേഹം കർത്താവേ, എന്റെ സ്നേഹം മുഴുവനായിട്ട് നിനക്ക് തരികയാ കർത്താവേ. എന്റേതെല്ലാം നിനക്ക് തരികയാ കർത്താവേ. എന്റെ ജീവിതം മുഴുവൻ നിനക്ക് തരികയാ. എന്റെ ധനവും ജീവിതം
ലോകത്തിന്റെ സകല സുഖങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും നിരാശകളും മുഴുവൻ കർത്താവേ നിനക്ക് തരിക. കർത്താവേ, എന്നെ അനുഗ്രഹിക്കുന്ന, ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് നിന്നെ ആരാധിക്കുക. ഈ ആരാധനയിൽ ഈ ലോകം മുഴുവനുള്ള സകല മക്കളിലേക്ക് കർത്താവേ നിന്റെ വലിയ സ്നേഹത്തിന്റെ നീർച്ചാലൊഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുട്ടോളമല്ല കർത്താവേ, നിന്റെ വലിയ ശക്തിയുടെ വലിയ അനുഗ്രഹത്തിന്റെ നീർച്ചാല് കർത്താവേ, ഈ സ്നേഹത്തിന്റെ വറ്റാത്ത നീരുറവ ഈ മക്കളിലേക്ക് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കൂടെ. എല്ലാവരും ചേർന്ന് സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ, ആരാധന. ഓ ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇവിടെ നിർത്തിയതിനെ ഓർത്ത് നന്ദി പറയുക. കർത്താവേ, നിന്റെ നാമത്തിന്റെ മഹിമയ്ക്കായി ഞങ്ങൾ നിർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, മറ്റുള്ള മക്കളിൽ നിന്ന് ഞങ്ങളെ വ്യത്യസ്തരാക്കി നിന്നെ ആരാധിക്കുവാൻ വേണ്ടി ഞങ്ങൾ നിർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ യേശുവേ നന്ദി. എല്ലാവരും ചേർന്ന് സ്തുതിച്ചോട്ടെ. ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രിയജനമേ, എൻ്റെ സ്നേഹം അത് നിനക്ക് മാത്രമാണ്. ആരും തന്നെ അത് കവർന്നെടുക്കുവാനായിട്ട് ഇടവരുത്തല്ല. നമുക്കൊന്ന് പാടിയാലോ? എൻ്റെ സ്നേഹം നിനക്ക് മാത്രം. എൻ്റെ സ്നേഹം നിനക്ക് മാത്രം. കർത്താവേ, ആ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചേ. ഓ ഈശോ, കർത്താവായ ദൈവമേ, നിന്റെ വലിയ അഭിഷേകത്തിന്റെ കരം, ഓ സ്വർഗത്തിന്റെ അഗ്നി കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിറച്ച് ഓ എന്നെ പൂർണ്ണമായി കർത്താവേ നിന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഈ സമയം ഈ ആരാധനയിലൂടെ സകല മനുഷ്യ മക്കളും ദൈവത്തെ ആരാധിക്കുകയാണ്. ഈ ആരാധന വേളയിൽ തേനിലും മധുരമായ അങ്ങയുടെ നാമത്തെ പാടി ആരാധിക്കുക. കർത്താവെ, ഞങ്ങൾക്ക് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, നിന്റെ വലിയ സ്നേഹം സങ്കീർത്തന പുസ്തകം 119 അധ്യായത്തിൻ്റെ 103 തിരുവചനം ഇങ്ങനെയാ പറയുന്നത്: അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്, അവൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. കർത്താവേ, അങ്ങയുടെ നാമം പേറുമ്പോൾ ആ മാധുര്യം ആസ്വദിക്കുവാൻ, ഞങ്ങളുടെ ജീവിതം അത്ര മധുരമുള്ളതായി തീരുവാൻ കർത്താവേ നിന്നോട് ചേർന്നിരിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. യെശയ്യാ പ്രവചനം 44 അധ്യായത്തിൻ്റെ 3 വചനത്തിൽ ഇങ്ങനെ പറയുക: വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. അനുഗ്രഹം ചൊരിയുന്ന ഒരു ദൈവം, മക്കളെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ നമുക്കൊന്ന് ചേർന്ന് പാടി ആരാധിക്കാം. യേശുക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കിയ കർത്തൻ കൃപകളെ. യേശുക്രിസ്തു മാധുര്യമുള്ള കർത്താവിൻ്റെ ആ വലിയ നാമം, യേശുക്രിസ്തുവിൻ്റെ ആ മാധുര്യമുള്ള നാമം നമുക്ക് രുചിച്ചറിയാം. ഓ ദൈവത്തിൻ്റെ പ്രിയജനമേ, ഒന്ന് ചേർന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളെ
നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും നിന്റെ ജീവിതത്തിലെ നെടുവീർപ്പുകളെയും നീ അവൻ്റെ കാൽക്കീഴിൽ നിന്ന് കൊടുത്തു. നിന്നെ ഏറ്റെടുക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ ഒരു ദൈവത്തിൻ്റെ മുൻപിൽ, ഓ ദൈവത്തിൻ്റെ പ്രിയജനമേ, ഓ മകനെ, മകളെ, നിന്നെ അനുഗ്രഹിക്കാൻ ഈ ആരാധനയിൽ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാടി ആരാധിക്കാം. മധുരമായ നാമത്തെ പാടി ആരാധിച്ചു. തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായത്തിന്റെ 10-ാമത്തെ തിരുവചനം. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കും, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയും. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവ് വരാതെ കാത്തു പരിപാലിക്കുന്ന സ്നേഹനിധിയായ ഒരു ദൈവം. അവൻ നമ്മുടെ പാലകനാണ്, നമ്മുടെ പ്രാണന്റെ പ്രാണനായിട്ട് അവനെ സ്നേഹിച്ച ദൈവത്തിന്റെ പ്രിയജനമേ, അവൻ ആരിലും വലിയവനായ ഒരു ദൈവം, നമ്മുടെ സ്നേഹിതനായി നമ്മുടെ ചങ്കോട് ചേർത്ത് നമ്മുടെ ചങ്കിൻ്റെ ചങ്കായി കൊണ്ട് നടക്കാനായിട്ട് ഇത്രയും വലിയ ഒരു ദൈവം ആകാശം വിട്ട് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നത് എന്നെയും നിന്നെയും മാറോട് ചേർത്ത് പിടിക്കാൻ. ആ ദൈവത്തെ നമുക്കൊന്ന് ചേർന്ന് ആരാധിക്കാം. നാമത്തെ പാടി ആരാധിച്ചേ. മധുരമാ തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ, ചുറ്റു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുകയാണ്: കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവിയും പോലെയാകും. ദൈവത്തിന്റെ പ്രിയജനമേ, നിന്നെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം, അവൻ ആരിലും ഉന്നതനായ ഒരു ദൈവമാണ്. നിന്നെ അവൻ സ്നേഹം കൊണ്ട് വീണ്ടെടുത്തത് ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട്, ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പാടി ആരാധിക്കാം.
മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യം. ഒരിക്കൽ കൂടെ ചേർന്ന് പാടിയേ. തേനിലും മധുരമാ തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ. 2 സാമുവേലിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 2ഉം 3ഉം തിരുവചനത്തിൽ ഇങ്ങനെ പറയുകയാണ്. കർത്താവല്ലോ ഉന്നതശിലയും ദുർഗവും, എൻ്റെ വിമോചകനും എൻ്റെ ദൈവവും, എനിക്ക് അഭയം തരുന്ന പാറയും പരിചയും. ദൈവത്തിന്റെ പ്രിയജനമേ, നമുക്ക് അഭയം തരുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ അളവറ്റ് അതിരറ്റ് സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. വചനം ഇങ്ങനെ പറയുന്നില്ലേ, പെറ്റമ്മ മറന്നാലും നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന്. നിന്റെ ഒരു തലമുടി ഞാര് പൊഴിയുന്നുണ്ടെങ്കിൽ അത് എണ്ണപ്പെട്ടതാണെന്ന്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞ ദൈവമാണെന്ന് പറയുന്നില്ലേ? അപ്പൊ അത്രയും വലിയൊരു സ്നേഹം, ആ ദൈവത്തെ എന്ത് ചെയ്യും നമ്മൾ സ്വീകരിക്കാൻ പലപ്പോഴും മടിച്ചു പോകുന്നത്. ഇത്രയും വലിയൊരു സ്നേഹം മറ്റാര് നിന്നെ തള്ളിക്കളഞ്ഞാലും, മറ്റാര് നിന്നെ വെറുത്താലും, മറ്റാര് നിന്നെ മാറ്റി നിർത്തിയാലും, ഓ മകനെ മകളെ, നീ എൻ്റേതാ, നീ എൻ്റേത് മാത്രമാ എന്ന് പറഞ്ഞ് ചങ്കോട് ചേർത്ത് പിടിക്കുന്ന ആ സ്നേഹം, അവനെൻ്റെ രക്ഷകനാണ്, ആരാധ്യനാഥനാണ്, ആരാധനയ്ക്ക് യോഗ്യനായ ആ ഒരേ ഒരു ദൈവത്തെ, കർത്താവായ യേശു ക്രിസ്തുവിനെ, നസ്രായനായ ആ 33 വയസ്സുകാരനെ നമുക്ക് പാടി ആരാധിക്കാം. ചേർത്ത് പാടിക്കേ. തേനിലും മധുരമാ തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു ശക്തിയോടുകൂടെ പാടിക്കേ. തേനിലും മധുരമാ നിന്റെ വലിയ സ്നേഹം നുകരുവാൻ, കർത്താവേ നിന്റെ വലിയ സ്നേഹം അനുഭവിക്കുവാൻ ഈ ആരാധനയിൽ സകല മക്കൾക്കും അനുഗ്രഹം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ശാലോം ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് മക്കളിലേക്ക് കർത്താവേ നിന്റെ വലിയ സ്നേഹത്തിന്റെ നീർച്ചാലൊഴുക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടെ ചേർന്ന് എല്ലാവരും ശക്തിയോടുകൂടെ ചേർന്ന് പാടിക്കേ. ഈ ആരാധന വേളയിൽ കർത്താവേ, ഈ സ്തുതി ആരാധനയിൽ സ്വർഗീയ ദൂതന്മാരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക, മാലാഖമാരോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്നെ രുചിച്ചറിയുവാൻ ഞങ്ങളുടെ ജീവിതം കൊണ്ട് കർത്താവേ മരണം വരെ നിന്നെ രുചിച്ചറിയുവാൻ വേണ്ട കൃപ കർത്താവേ ഞങ്ങൾക്ക് ഓരോരുത്തരും നൽകണമെന്ന് പ്രാർത്ഥിക്കുക. വലിയ സ്നേഹം നിറയ്ക്കണമേ, വലിയ അഭിഷേകം നിറയ്ക്കണമേ കർത്താവേ. ഇതുവരെ ഈ ലോകത്തില് ആർക്കും കൊടുക്കാത്ത രീതിയിലുള്ള വലിയ ഒരു അഭിഷേകത്തിന്റെ ശക്തി കർത്താവേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. വലിയൊരു അഭിഷേകം പൗലോസ് ശീലാസിന് ലഭിച്ചതുപോലെ, സ്ത്രീകന്മാർക്ക് ലഭിച്ചതുപോലെ, ഏലീശായ്ക്ക് ലഭിച്ചതുപോലെയുള്ള ഒരു അഭിഷേകത്തിന്റെ വലിയ കൃപയും ശക്തിയും കർത്താവേ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ നിന്നെ ഞങ്ങൾ സ്നേഹിക്കുകയാ, നിന്നെ ഞങ്ങൾ സ്നേഹിക്കുകയാ കർത്താവേ. നിന്റെ കുരിശില് നീ യാഗമായി തീർന്നത് എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാ, ഞങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണെന്നുള്ള ഉറച്ച ബോധ്യം കർത്താവേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സകല മക്കൾക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇതുപോലൊരു സ്നേഹം ഈ ലോകത്തിൽ നിന്ന് ഒരിക്കലും കിട്ടില്ല എന്നുള്ള ബോധ്യം, തിരിച്ചറിവ് ഓരോ മക്കൾക്കും കൊടുക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന കർത്താവേ. തേനിലും മധുരമായ കർത്താവേ, ഏറ്റവും മാധുര്യമുള്ള നിന്റെ നാമം ഞങ്ങളൊന്ന് പാടട്ടെ കർത്താവേ. തേനിലും മധുരമാ, തേനിലും മധുരമാ, തേനിലും മധുരമാ, തേനിലും മധുരമായ നിന്റെ നാമം. യേശുക്രിസ്തു പങ്കെടുക്കുന്ന അനേകം മക്കളിലേക്ക് രുചിച്ചു നോക്കി ഓ ഈശോ അനുഗ്രഹത്തിന്റെ നീർച്ചാലൊഴുക്കണമേ. ഓ ഈശോയെ, നീ ചൊരിഞ്ഞ കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. യേശുക്രിസ്തു യേശുവേ 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 യേശുവേ. കർത്താവേ, ഈ സമയം മുഴുവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ആരാധനയിൽ സൗഖ്യവും വിടുതലും നിന്റെ വലിയ സ്നേഹവും നിറച്ചതിനെ ഓർത്ത് കർത്താവെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.